ജസ്റ്റ് ഇതിൻ്റെ ഫസ്റ്റ് ഞങ്ങൾ പാടി കേൾപ്പിക്കാം. അതിനുശേഷം നമുക്ക് ഒരുമിച്ച് ഒന്ന് ചേർന്ന് പാടാം. ഓക്കെ ഓക്കെ. എല്ലാവരും ചേർന്ന് പാടണം. എല്ലാവരും ഈ പാട്ട് ചേർന്ന് പാടണം.
പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി വരുന്ന സെഷനുകളിലൊക്കെ നമുക്ക് ഈ പാട്ടൊക്കെ നമുക്ക് പാടി പഠിക്കാം. ഇപ്പം നമുക്ക് നമ്മുടെ മെയിൻ സെഷനിലേക്ക് നമുക്ക് കടക്കാം. അതിനുവേണ്ടി ജോർജ് മാത്യു അങ്കിളിനെ ക്ഷണിക്കുന്നു. 13 വർഷത്തോളം, 13 അതിൽ കൂടുതൽ വർഷത്തോളം അതീവ ഉണർവില്ലാത്ത അവസ്ഥയിൽ കഴിഞ്ഞ ഒരു വ്യക്തിയുണ്ട് ബൈബിളിൽ. അതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ മകൻ കാണാതെ പോയ മകനെ മരിച്ചു എന്ന റിപ്പോർട്ടുമായിട്ട് സഹോദരന്മാർ വന്നു, അല്ലേ? ആരാ സഹോദരൻ? ജോസഫ്. ഇത് കേട്ടിട്ട് യാക്കോബ് ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. യാക്കോബിൻ്റെ തീരുമാനം എന്നാണെന്നറിയാവോ? ഇനി ഞാൻ ദുഃഖത്തോടുകൂടെ മാത്രമേ മരിക്കൂ. ആശ്വാസം പ്രാപിച്ചവനായി ഞാൻ മരിക്കയില്ല. ഞാൻ എങ്ങനെ മരിക്കൂ? ദുഃഖത്തോടു കൂടിയേ മരിക്കൂ. ആ വാക്യം ഒന്ന് വായിച്ച് ഇന്നത്തെ നമ്മുടെ ഈ സെഷൻ ആരംഭിക്കാം എന്ന് കരുതുകയാണ്. ഉൽപ്പത്തി 37 ജെനസിസ് 37, ഉൽപ്പത്തി 37 34 35 ആർക്കെങ്കിലും വായിച്ച് എന്നെ സഹായിക്കാവുന്നതാണ്. ഏറിയ നാൾ തന്റെ മകനെ ചൊല്ലി ദുഃഖിച്ചുകൊണ്ടിരുന്നു. പിന്നെ അവനോ ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സില്ലാതെ ഞാൻ ദുഃഖത്തോടെ എൻ്റെ മകൻ്റെ അടുക്കൽ പാതാളത്തിൽ ഇറങ്ങുമെന്ന് പറഞ്ഞു. നോക്കിക്കേ, നമ്മൾ റിവൈവലിന് വേണ്ടി ശ്രമിക്കുമ്പോൾ ഇദ്ദേഹം എന്നതിനു വേണ്ടി ശ്രമിക്കുക. അതായത് ഐ വിൽ ഗോ അൺറിവൈവ്ഡ്. നിരാശനായി ദുഃഖിതനായി ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടത് റിവൈവ് us again that we may rejoice in you. നിന്നിൽ സന്തോഷിക്കേണ്ടതിന് ഞങ്ങളെ ഉണർത്തണമേ. ഇദ്ദേഹം എങ്ങനെയാണ്? നിന്നിൽ ദുഃഖത്തോടു കൂടെ ഞാൻ പോകാൻ ആഗ്രഹിക്കുക. അപ്പോൾ ഉണർവിൽ ഉള്ള ഒരു സ്ട്രോങ് ഫാക്ടറാണ് സന്തോഷം. അത് മനസ്സിലായോ? ഉണർവിൽ ഉള്ള ഒരു സ്ട്രോങ് ഇൻഗ്രീഡിയൻ്റ് ആണ് എന്താ? സന്തോഷം. ഈ സന്തോഷം, ഒരു മോൻ എന്നോട് ചോദിക്കുകയായിരുന്നു, ഈ സന്തോഷത്തിന് നമ്മൾ എന്തോ ചെയ്യണം, എങ്ങനെയാണത് നേടുന്നത്, പിന്നെ സുവിശേഷം പറഞ്ഞാണോ കർത്താവിൻ്റെ ഉണർവ് നമുക്ക് കിട്ടുന്നത്, അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയായിരുന്നു. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കാം. ഇന്ന് വൈകിട്ട് വീട്ടിൽ അമ്മ ഒരു ഡിന്നർ കഴിഞ്ഞിട്ട് ഒരു സ്പെഷ്യൽ പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. ഡിന്നർ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തുവാ? എന്നാ ഫുഡാണ് ഇഷ്ടം? മോൻ്റെ ഫുഡ് ഏത് ഫുഡാണ് ഇഷ്ടം? എനിക്ക് എല്ലാ ഫുഡും ഇഷ്ടം, അല്ലേ? എന്നാലും സ്പെഷ്യൽ ഏതാ? ബിരിയാണി ആയിക്കോട്ടെ. അപ്പോൾ ഒരു സ്പെഷ്യൽ ബിരിയാണി, വെറും ബിരിയാണി അല്ല, സ്പെഷ്യൽ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. അന്ന് കഴിക്കാനായിട്ട് വാടാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇതൊന്നും ആയില്ലേ, ഇത് കുറേ നേരം ആയില്ലേ, മണം കേട്ടോ, ഇങ്ങനെയാണെങ്കിലേ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അടുക്കളയിൽ ചെല്ലും. ഭക്ഷിപ്പാനുള്ള താല്പര്യം. അപ്പം എല്ലാ ദിവസവും ഡിന്നറിന് വിളിക്കുമ്പം ഇന്നെന്തുവാ, ഞാൻ വരുന്നില്ല എന്ന് പറയുന്നത് റിവൈവലിൻ്റെ ഒരു ഓപ്പോസിറ്റ് സ്റ്റേറ്റാണ്. ഇനി ഭക്ഷിക്കാനുള്ള താല്പര്യം. ഓക്കെ, അപ്പം വന്നു കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാവരെയൊക്കെ നോക്കി, നിങ്ങളൊക്കെ കഴിക്കുന്നെങ്കിൽ ഞാനും കഴിക്കാം, അങ്ങനെയാണോ? നമ്മൾ ഭക്ഷിക്കുമ്പോൾ എങ്ങനെയാണ് ഭക്ഷിക്കുന്നത്? നമുക്ക് വയറ് നിറയുന്നതാണ് കണക്ക്, ഇല്ലേ? ഇനി നമുക്ക് കുടുംബ പ്രാർത്ഥന നോക്കാം. ബിരിയാണി മനസ്സിൽ വെച്ചോണേ. കുടുംബ പ്രാർത്ഥനയ്ക്ക് വിളിച്ചു. എങ്ങനെ നമ്മൾ വരുന്നത്? എനിക്കിന്ന് കാര്യമായിട്ട് ദൈവത്തെ സ്തുതിക്കണം. ഇന്ന് കുറച്ചേറെ കാര്യങ്ങൾ എനിക്ക് കർത്താവിനോട് പറയണം. എനിക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ഭക്തിയുള്ള ചില സമയങ്ങൾ, ഇന്നെനിക്ക് നല്ല വിശപ്പാണ്, ഇന്നെനിക്ക് ശരിക്ക് കഴിക്കണം. അങ്ങനെയാണോ നമ്മൾ കുടുംബ പ്രാർത്ഥനയ്ക്ക്? അപ്പം ഉണർവ് കുടുംബ പ്രാർത്ഥനയിൽ സാധിക്കും.
ക്രിസ്തീയ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ഉണർവ് സാധിക്കും. ഇപ്പം തന്നെ ഈ പ്രസംഗം എനിക്ക് ഉറങ്ങിക്കൊണ്ട് പറയാൻ പറ്റൂല്ലേ? നമ്മുടെ കോളേജ് ലെക്ചർ എങ്ങനെയാ പഠിപ്പിക്കുന്നേ? A+B = ആരുറങ്ങിയാലും കുഴപ്പമില്ല, ഉണർന്നാലും കുഴപ്പമില്ല, ഇല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്, കർത്താവിനോടുള്ള ബന്ധത്തിൽ താല്പര്യമായി നമ്മൾ ചെയ്യുന്ന, കർത്താവിനെ ഓർത്ത് ചെയ്യുന്ന, കർത്താവിനോടുള്ള സ്നേഹത്തിൽ ചെയ്യുന്ന ഏത് കാര്യവും. ഇനി നിങ്ങൾ എത്ര പേര് കുടുംബസ്ഥരുണ്ട് ഇതിനകത്ത്? 1-2 പേരെ കാണുള്ളൂ അല്ലേ? ബാക്കി 1-2 പേരേ ഉള്ളൂ. എൻ്റെ ഗസ് കറക്റ്റാണ്, 3 4 അവിടെ കാണുമായിരിക്കും ഞാൻ വിചാരിക്കുക. ഓക്കെ, അപ്പം കുടുംബനാഥൻ വേണം കുടുംബ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുവാൻ. കുടുംബനാഥൻ വേണം കുടുംബ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുവാൻ. നിങ്ങളെല്ലാവരും നാളെ എന്താകാൻ പോവാ? കുടുംബനാഥന്മാർ ആകാൻ പോവാ. ബിരിയാണിയുടെ ടേസ്റ്റ് അമ്മ ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും കഴിക്കാൻ താല്പര്യം. അതേപോലെ അപ്പൻ എന്ത് ചെയ്യണം? കുടുംബ പ്രാർത്ഥനയെ ഇൻട്രസ്റ്റിംഗ് ആക്കണം, കുടുംബ പ്രാർത്ഥനയെ ഗൗരവമുള്ളതാക്കണം. കുടുംബ പ്രാർത്ഥനയിലും റിവൈവൽ ഉണ്ട് എന്ന് കുഞ്ഞുങ്ങളെ, വീട്ടുകാരെ പഠിപ്പിക്കണം. അതിന് ഏറ്റവും റിവൈവ്ഡ് ആയിട്ട് കുടുംബനാഥൻ ഉണ്ടായിരിക്കണം. സാധാരണ എങ്ങനെയാണ് കുടുംബ പ്രാർത്ഥന നടക്കുന്നത്? ഒരു 10 വട്ടം ഭാര്യ അതായത് സഹോദരി പറയും, വായോ, വന്നിരിക്കോ, പ്രാർത്ഥിക്കോ, ഇല്ലേ? മിക്കവാറും അവരെന്തിനാ പറയുന്നത് അറിയാമോ? അത് കഴിഞ്ഞിട്ട് വേണം ഡിന്നർ കഴിക്കാൻ, ഡിന്നർ കഴിച്ചിട്ട് വേണം പാത്രം എല്ലാം കഴുകാൻ, അത് കഴിഞ്ഞിട്ട് വേണം അവർക്കൊന്ന് ഒന്ന് കിടന്നുറങ്ങാൻ. ചിലപ്പോൾ അതിനു വേണ്ടിയായിരിക്കും വായോ വായോ എന്ന് ചിലപ്പോൾ പറയുന്നത്. ഞാൻ പറയുന്നത്, ഇങ്ങനെ ഒരു കുടുംബ പ്രാർത്ഥനയിൽ എന്തെങ്കിലും ഗുണമുണ്ടാകുമോ? ഇനി ആ കുടുംബ പ്രാർത്ഥനയിൽ ദൈവം വന്നിരിക്കുമ്പോൾ എങ്ങനെ ഇരിക്കും? ആർക്കും ആരെയും വേണ്ട അല്ലേ? പാട്ട് പാടുന്ന സമയത്ത് മിക്കവാറും നമ്മൾ എങ്ങനെ ഇരിക്കുന്നത്? എനിക്ക് ആ പാട്ടൊക്കെ അറിയാം, നിങ്ങൾ പാടിക്കോ, ഞാൻ കൂടെ പാടിക്കോളാം, അങ്ങനല്ലേ? ആണോ അല്ലയോ? അമ്മ വായിച്ചു, അല്ലെങ്കിൽ ഭർത്താവ് എന്താ പറയും ഭാര്യയോട്, നീ വായിച്ചു, നീ തന്നെ പ്രാർത്ഥിക്കാമെങ്കിൽ അതും സൗകര്യമായി. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, പ്ലീസ്, ഒരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾക്ക് റിവൈവൽ അനുഭവിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറ്റം വരുത്തുവാൻ കഴിയുന്ന ഒരു മേഖല, അല്ലെങ്കിൽ ഫസ്റ്റ് മേഖലയായിട്ട് കുടുംബ പ്രാർത്ഥനയെ തീർക്കാൻ കഴിയും. നല്ല ഉറക്കെ അർത്ഥത്തോടുകൂടെ ഒരു പാട്ടല്ലേ പാടുന്നേ, എന്തായാലും അവിടെ വന്നിരിക്കുക. എന്നാൽ പിന്നെ അത് വാസ്തവമായും ദൈവത്തെ ഒന്ന് സ്തുതിക്ക്. പറ്റത്തില്ലേ? അത് ബ്രദറെ, ഞാൻ കുടുംബനാഥനൊന്നുമല്ല, അല്ല. പക്ഷെ ആ കുടുംബ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് നേതൃത്വം എടുക്കാൻ കഴിയും. അങ്ങനെ നേതൃത്വം എടുത്താൽ അവിടെ ഭക്തിയുടെ എന്തെങ്കിലും അംശമുള്ള വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എന്തോ ഒരു തണുപ്പായിരിക്കും, എന്തൊരു സന്തോഷമായിരിക്കും. നിങ്ങളിവിടുന്ന് ക്യാമ്പിൽ നിന്ന് പോയതിന് ശേഷം ഒരു തീരുമാനമെടുക്കുകയാണ്, കുടുംബ പ്രാർത്ഥനയെക്കുറിച്ച് എനിക്ക് വ്യക്തമായ ചില നിഷ്കർഷകളുണ്ടായിരിക്കണം. എൻ്റെ കുടുംബത്തിൽ എൻ്റെ പപ്പായെയും മമ്മിയെയും വിളിച്ച്, എൻ്റെ സഹോദരന്മാരെ വിളിച്ച് പാട്ട് പാടി സ്തോത്രം ചെയ്ത്, ആ വായിച്ച വേദഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു ആലോചന, ഇല്ലെങ്കിൽ മനസ്സിലായില്ലെന്നെങ്കിലും തമ്മിലൊന്ന് സംസാരിക്കാൻ. ഒന്നും പിടികിട്ടിയില്ലല്ലേ? പപ്പയ്ക്ക് എന്തെങ്കിലും പിടികിട്ടിയോ? എന്തോ ഇതിൻ്റെ അർത്ഥം? എന്തൊരു കഷ്ടമാണ്, ഇതൊന്നും പറഞ്ഞു തരാൻ ആരും ഇല്ലല്ലോ. പപ്പായെ, ഞങ്ങൾക്ക് നാളെ വായിക്കാൻ പോകുന്ന ജോയൽ 2-ാം അധ്യായമാണ്, അവിടെ നിന്ന് ഒന്നും മനസ്സിലാവത്തില്ല. പപ്പ എന്ന് നോക്കിയേച്ച് അതിൻ്റെ ഒരു സമ്മറി എങ്കിലും ഞങ്ങൾക്ക് പറഞ്ഞു തരണം. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഇന്ന് രാവിലെ വായിക്കാൻ പോകുന്ന ജോയൽ 2 അല്ലെങ്കിൽ 3, അല്ലെങ്കിൽ യെശയ്യാവ് 10, ആ ഭാഗം നേരത്തെ ഒന്ന് വായിച്ച് അതിൻ്റെ സമ്മറിയെങ്കിലും മൊത്തത്തിൽ അത് അവിടെ വെച്ച്, പപ്പായെ അത് മനസ്സിലായോ, കാരണം ഇതാ അതിൻ്റെ അർത്ഥം, അത് മനസ്സിൽ വെച്ചൊന്ന് സ്തോത്രം ചെയ്ത് അത് പ്രാർത്ഥനയുടെ സമയത്ത് ഒന്ന് ഏറ്റുപറഞ്ഞ് ആ 15-20 മിനിറ്റ് അവിടുന്ന് നിങ്ങൾക്ക് ഉണർവ് തുടങ്ങാൻ പറ്റും. അവിടെ എന്തുവാ സംഭവിച്ചത്? ദൈവിക കാര്യങ്ങളിൽ ഒരു വിശപ്പ്, ഒരു താല്പര്യം, അത്രേ ഉള്ളൂ. ഉണർവിൻ്റെ തുടക്കമാണ്.
അപ്പോൾ ഇവിടെ യാക്കോബ് പറയാണ്, ഞാൻ ദുഃഖത്തോടെ പാതാളത്തിൽ പോകും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാ കാര്യവും വേണ്ടായിരുന്നു എന്ന പോലെ ചെയ്യും. ഞാൻ കഴിക്കുന്നതും ആർക്കാണ്ട് വേണ്ടിയാ, ഞാൻ ജീവിക്കുന്നതും ആർക്കാണ്ട് വേണ്ടിയാ. അതല്ലേ ഉണർവില്ലായ്മ. അപ്പോൾ ഉണർവെന്താ? എനിക്ക് വേണ്ടി, പ്രിയമുള്ളവരെ, എൻ്റെ വയറ് നിറയണം, എനിക്ക് ബിരിയാണി ഇഷ്ടമാണ് എന്ന് ചിന്തിക്കുന്ന പോലെ തന്നെ ഞാൻ പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്നു. എനിക്ക് ദൈവത്തെ സ്തുതിക്കണം. 20 മിനിറ്റിനുള്ളിൽ എനിക്ക് ദൈവത്തോടൊരു വാക്ക് പറയണം, എനിക്ക് സ്തോത്രം ചെയ്യണം, എനിക്ക് ദൈവ സാന്നിധ്യം അനുഭവിക്കണം. അത് കഴിഞ്ഞ് ഞങ്ങൾ കഴിച്ച് കിടന്ന് ഉറങ്ങാൻ പോവാ. അതുകൊണ്ട് കുടുംബ പ്രാർത്ഥനയിൽ ഇത്രയെങ്കിലും എനിക്ക് ചെയ്യണം. പറ്റത്തില്ലേ?